നാലാം ക്ലാസ്സിലെ മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം യാ ഉസ്രത്തി എന്നൊരു കവിതയാണിത്. യാ ഉസ്രത്തി, എൻ്റെ കുടുംബമേ, കുടുംബത്തെക്കുറിച്ചുള്ള കവിത. ഫി ഉസ്രത്തി അൽക്കൽ അമാൻ, ഞാൻ എൻ്റെ കുടുംബത്തിൽ സുരക്ഷിതത്വം കാണുന്നു. അൽക്കൽ മഹബത്ത വൽ അമാൻ, സുരക്ഷിതത്വവും സ്നേഹവും കാണുന്നു. എൻ്റെ കുടുംബത്തിൽ സുരക്ഷിതത്വമുണ്ട്, സ്നേഹമുണ്ട്. നമുക്ക് വീട്ടിലെത്തിയാൽ സേഫാണല്ലേ, സുരക്ഷിതമാണ്. നമുക്ക് സമാധാനമായി ഇരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലം നമ്മുടെ സ്വന്തം വീടാണ്. അമാൻ എന്നാൽ സുരക്ഷിതത്വം, സേഫ്റ്റി. മാമാലന റംസുൽ അതാ, ഞങ്ങളുടെ ഉമ്മ ദാനധർമ്മത്തിൻ്റെ ഒരു പ്രതീകമാണ്. റംസുൻ എന്ന് പറഞ്ഞാൽ പ്രതീകം, നന്നായി ദാനം ചെയ്യുന്ന വ്യക്തിയാണ് ഞങ്ങളുടെ ഉമ്മ. ഫി ഖൽബിഹ നബഉൽ വഫ, അവരുടെ മനസ്സിൽ വിശ്വസ്തതയുടെ വസന്തമുണ്ട്, വിശ്വസ്തത. ബാബത്തഫാനി ഫിൽ അമൽ, ഞങ്ങളുടെ ഉപ്പയാണെങ്കിലോ ജോലിയിൽ സമർപ്പിക്കുന്നയാളാണ്, ജോലിയിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആളാണ്. അഹ്ലാമുഹു തഹബുൽ അമൽ, അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നു. അദ്ദേഹത്തിന് ഞങ്ങളെക്കുറിച്ചും വീടിനെക്കുറിച്ചും ഒക്കെ സ്വപ്നങ്ങളുണ്ട്. അത് നിറവേറ്റാൻ വേണ്ടിയാണ് അദ്ദേഹം ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നത്. അതിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഉഖ്തി ഹുദ ഫന്നാന, എൻ്റെ സഹോദരി ഹുദ ഫന്നാനത്താണ്. ഫന്നാന എന്നാൽ ആർട്ടിസ്റ്റ്, കലാകാരി. എൻ്റെ സഹോദരിയായ ഹുദ ഒരു കലാകാരിയാണ്. ലൗഹാതുഹ ഫത്താന, അവളുടെ ചിത്രപ്പലകകൾ അതിമനോഹരമാണ്. ഫത്താനത്ത്, ആകർഷകമാണ്, ഭംഗിയുള്ളതാണ്. നന്നായി ചിത്രങ്ങൾ വരക്കും അവൾ. വ അഖി യുഹിബ്ബുൽ മദ്രസ, എൻ്റെ സഹോദരനാണെങ്കിലോ സ്കൂളിനെ ഇഷ്ടപ്പെടുന്നു. അൻഹ യഖൂലുൽ മുഅ്നിസ, സ്കൂളിനെക്കുറിച്ച് അവൻ പറയുന്നത് അത് വളരെ രസകരമായൊരു സ്ഥലമാണെന്നാണ്. മുഅ്നിസ, നല്ല ഇഷ്ടമുള്ള, രസമുള്ള, സന്തോഷം നൽകുന്ന സ്ഥലമാണ് മദ്രസ, സ്കൂൾ എന്നാണ് എൻ്റെ സഹോദരൻ്റെ ഭാഷ്യം. ജദ്ദീന റാഹു ഫി സ്വബാഹി യസ്കീലന സഹറൽ അക്കാഹ്, ഞങ്ങളുടെ പൂക്കൾ, പൂച്ചെടികൾ നനക്കുന്ന ജദ് അല്ലേ, ഉപ്പാപ്പയാണെങ്കിൽ രാവിലെ പൂച്ചെടികൾ നനച്ച് വളർത്തും. അതാണ് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ കാണുക, ഉപ്പാപ്പ ചെടികളൊക്കെ നനച്ച് പരിപാലിക്കുന്നത്. വഹിക്കായത്തുൻ മിൻ ജദ്ദത്തി അൻ സബ്രിഹ ഫി ഷിദ്ദത്തി, പിന്നെയോ എൻ്റെ ഉമ്മാമയിൽ നിന്നും ഞങ്ങൾ അവരുടെ പ്രയാസ കാലഘട്ടത്തിലുള്ള അവരുടെ ക്ഷമയെക്കുറിച്ചുള്ള കഥകൾ കേൾക്കാറുണ്ട്. അതായത് പണ്ട് കാലത്ത് ഉമ്മാമയുടെ ചെറുപ്പകാലത്തൊക്കെ അവരനുഭവിച്ച പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങളിൽ അവർ കൈക്കൊണ്ട ക്ഷമ, അതിനെക്കുറിച്ചൊക്കെ ഉമ്മാമ ഞങ്ങളോട് കഥ പറയാറുണ്ട്. യാ ഉസ്രത്തി അൻതിൽ മുന, ഉസ്രത്തെ എൻ്റെ കുടുംബമേ, നീയാണ് ഞങ്ങളുടെ ആഗ്രഹം. യാ റബ്ബന ഇഹ്ഫല്ലന ഇഹ്ഫൽഹാലന, രക്ഷിതാവേ, അള്ളാഹുവേ, കുടുംബത്തെ ഞങ്ങൾക്ക് സംരക്ഷിച്ചു തരണമേ, ഞങ്ങളുടെ കുടുംബം ശിഥിലമായി പോകാതെ സംരക്ഷിച്ചു നിർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കവിത അവസാനിപ്പിക്കുകയാണ്. അസ്അദുദ്ദൈരി എന്നൊരു കവിയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഇവർ കുടുംബസംഗമം നടത്തിയതാണല്ലേ, അതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്, കഴിഞ്ഞ വീഡിയോയിൽ. അവരൊക്കെ ഓരോ സമയത്ത് കുടുംബസംഗമത്തിന് എത്തിച്ചേർന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ പഠിച്ചു. ഇനി ഇവിടെ നഖ്താറു സത്തുറൽ മുനാസിബ ലിസൂറത്തി മിനൽ മൻദൂം, കവിതയിൽ നിന്നും താഴെയുള്ള ചിത്രങ്ങൾക്ക് അനുയോജ്യമായ വരികൾ കണ്ടെത്തി എഴുതാം. ഒന്നാമത്തെ ചിത്രം അൽ ജദ്ദത്ത്, ഉമ്മാമയുടെ ചിത്രമാണ്. അപ്പോൾ ഉമ്മാമയെക്കുറിച്ച് പറയുന്ന വരി ഏതാണ് കവിതയിൽ, അതവിടെ എഴുതുക. വഹിക്കായത്തും മിൻ ജദ്ദത്തി അൻ സബ്രിഹ ഫി ഷിദ്ദത്തി, അതാണ് ഉമ്മാമയെക്കുറിച്ച് പറയുന്നൊരു വരി. ആ വരി ഇവിടെ എഴുതുക. രണ്ടാമത് കാണുന്ന ചിത്രം ആരുടേതാണ്? അൽ അബ്, ഉപ്പയുടേതാണ്. ഉപ്പയെക്കുറിച്ച് പറയുന്ന വരി ഏതാണ്? ബാബത്തഫാനി ഫിൽ അമൽ അഹ്ലാമുഹു തഹബുൽ അമൽ എന്നുള്ള വരിയാണ്. അത് ഇവിടെ ഉപ്പാൻ്റെ നേരെ എഴുതുക. ഉമ്മയെക്കുറിച്ചുള്ള വരി രണ്ടാമത്തെ വരി അല്ലേ. മാമാലന റംസുൽ അതായി ഫി ഖൽബിഹ നബഉൽ വഫ, അതിവിടെ എഴുതുക. ഇനി ഇവിടെ നമ്മൾ എഴുതി പരിശീലിക്കണം. ഈ
സെൻറ്റൻസ് ആദ്യം ഇവിടെ എഴുതുക. 1 എന്നുള്ളതിൽ ഇതിൻ്റെ മേലെ കൂടെ എഴുതുക. ഇവിടെ ഇതിൻ്റെ മേലെ കൂടെ, ഇവിടെ 3-ൽ ഇതിൻ്റെ മേലെ കൂടെ, 4, 5, 6, 7 അവിടെയൊക്കെ നിങ്ങൾ സ്വന്തമായി എഴുതുക. നന്നായി എഴുതി പരിശീലിച്ചാൽ നല്ല ഭംഗിയുള്ള കൈയക്ഷരം ലഭിക്കും. ഓക്കെ, ഇനി അടുത്ത പാഠം അടുത്ത വീഡിയോയിൽ പറയാം. 3-ാമത്തെ പാഠം.